ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൊത്തു പൊറോട്ടയൊക്കെ പോലെ കൊത്തു ചപ്പാത്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊത്തു ചപ്പാത്തി തയ്യാറാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ ചതച്ചത്, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതൊക്കെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ഇതൊക്കെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, സാധാരണ ജീരകമാണ്, ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടികളുടെയൊക്കെ റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നല്ലവണ്ണം തക്കാളി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കണം. തക്കാളി നല്ലവണ്ണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാലയുടെ മിഡിലായിട്ട് ഒരു സ്പേസ് ആക്കിയിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വെജിറ്റേറിയൻസിന് മുട്ട ചേർക്കാതെ മുട്ട ഒഴിവാക്കിയിട്ട് ഈ ഒരു മസാല കൊണ്ട് മാത്രം കൊത്തു ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ യെല്ലോ പാർട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് 1 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മുട്ട ചിക്കിയെടുക്കണം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചപ്പാത്തി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തി ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. കൈ വെച്ചോ കത്തി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ചപ്പാത്തി കഷ്ണങ്ങൾ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ടേസ്റ്റി റെസിപ്പി അല്ലേ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. പിന്നെ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കി വന്നാൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഇത് തയ്യാറാക്കിയിട്ട് കഴിക്കാം. ഇത് രാത്രിയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്